അമ്മ പ്രസിഡന്റ് മോഹൻലാൽ രാജിവെക്കുകയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്ത സംഭവമാണ് ഇന്നത്തെ വാർത്ത. പക്ഷേ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ നടന്മാർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് പ്രശസ്ത നടൻ ജോയി മാത്യു നടത്തിയ പ്രതികരണം, അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയായ ജോയി മാത്യു നടത്തിയ പ്രതികരണം സവിശേഷ ശ്രദ്ധയെ ആകർഷിക്കുന്നതാണ്. ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നടനും പറയാത്ത തരത്തിലാണ് ജോയി മാത്യു ഈ വിഷയങ്ങളെ സമീപിച്ചത്. ധാർമ്മികതയുടെ പേരിലാണ് മോഹൻലാൽ രാജിവെച്ചതെന്നും മാധ്യമങ്ങളെ പേടിച്ചോ വിമർശനങ്ങളെ പേടിച്ചോ അല്ലെന്നും പ്രധാനപ്പെട്ട ചില ആളുകൾ അവർക്കെതിരെ നടിമാർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് അന്വേഷണം നടക്കേണ്ട സാഹചര്യത്തിൽ അവരുൾപ്പെട്ട ഒരു കമ്മിറ്റി അത് നിലനിൽക്കുന്നത് താരസംഘടനയുടെ ധാർമ്മികതയെ ബാധിക്കും. അതുകൊണ്ടാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ സ്വയം അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് പകരം തങ്ങളുമായി എല്ലാം ആലോചിച്ച് അത്തരമൊരു തീരുമാനം എടുത്തതെന്നാണ് ജോയി മാത്യു പറഞ്ഞത്. ഇതോട് ഒപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഏറെ പ്രസക്തം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതീവ ഗുരുതരമായ സ്ത്രീപീഡനങ്ങൾ കണ്ടെത്തുകയും ക്രിമിനൽ കുറ്റമാണെന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുകയും ചെയ്ത ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 4.5 കൊല്ലത്തോളം പൂഴ്ത്തിവെച്ച സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ആണ് യഥാർത്ഥത്തിൽ രാജിവെക്കേണ്ടത്. അദ്ദേഹം ചെയ്തത് വളരെ ഗുരുതരമായ തെറ്റാണ്. കാരണം ഇരകൾക്ക് വേണ്ടി നിൽക്കേണ്ട ഒരു സർക്കാർ, ഒരു മന്ത്രി ഇരകളുടെ പീഡാനുഭവങ്ങൾ പുറത്തു വന്നിട്ടും അത് പുറലോകം അറിയാതെ, അത് നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാതെ, നടപടികൾ എടുക്കാതെ പൂഴ്ത്തിവെച്ചു എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മന്ത്രിക്കും ചേർന്ന നടപടിയല്ല. ഇതായിരുന്നു ജോയി മാത്യുവിൻ്റെ പ്രസക്തമായ പ്രതികരണം. അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു, മാധ്യമങ്ങളെ പേടിച്ചിട്ടോ വിമർശനങ്ങളെ പേടിച്ചിട്ടോ ഒന്നുമല്ല മോഹൻലാലും ഞങ്ങളുമെല്ലാം മാറി നിൽക്കുന്നത്. കാരണം സിദ്ദിഖ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട ചില നടന്മാർക്കെതിരെ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ അവർ കൂടി ഉൾപ്പെട്ട ഈ സംവിധാനം നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ധാർമ്മികതയ്ക്ക് ചേർന്നതല്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് മോഹൻലാൽ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത്. അപ്പോൾ കലാകാരന്മാരെടുത്ത ഈ തീരുമാനം, ആ തീരുമാനത്തിൻ്റെ ഒരു വലിപ്പം അത് ഉൾക്കൊള്ളാൻ രാഷ്ട്രീയക്കാർക്കും കഴിയണം. കാരണം കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത എന്ന് പറയുന്നത് കലയുമായി ബന്ധപ്പെട്ട പ്രതിബദ്ധത മാത്രമാണ്. പക്ഷേ രാഷ്ട്രീയക്കാർക്ക് ഇപ്പോൾ MLA സ്ഥാനത്ത് നിൽക്കുന്ന മുകേഷിന്, മന്ത്രിയായി ഇരിക്കുന്ന സജി ചെറിയാന് ഒന്നും ജനങ്ങളോടുള്ള പ്രതിബദ്ധത കേവലം കലയുടെ ബന്ധം മാത്രമല്ല. കാരണം അവർ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്, അവർക്ക് ജനങ്ങളോട് നേരിട്ട് ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെയുള്ള ഒരു മന്ത്രി ഇരകളെ നേരിട്ട് ബാധിക്കുന്ന, ഇരകൾ നേരിട്ട് നൽകിയ പീഡാനുഭവങ്ങൾ ഒരു ഹൈക്കോടതി ജസ്റ്റിസ് രേഖപ്പെടുത്തിയിട്ടും ആ കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടും 4.5 കൊല്ലം അത് പൂഴ്ത്തിവെച്ചു എന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അത്യപൂർവമായ സംഭവമാണ്. അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതും നടപടിയെടുക്കേണ്ടതുമായ വിഷയം എന്നാണ് ജോയി മാത്യു പ്രതികരിച്ചത്. ഇതോടൊപ്പം അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഒരുപാട് നടന്മാരും നടിമാരുമുണ്ട്. അവർ പുതിയ ഒരു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന് അമ്മയെ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം വാർദ്ധക്യത്തിൽ നിൽക്കുന്ന ഒരുപാട് കലാകാരന്മാരുടെ ജീവിതത്തെ സഹായിക്കുന്ന സംഘടനയാണ് അമ്മ. അതുകൊണ്ട് തന്നെ അമ്മ നിലനിൽക്കേണ്ടത് നമ്മുടെ കലാരംഗത്തുള്ളവരുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പോൾ അതിന് ഇപ്പോൾ മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും അവരുടെ സമയം ഒരുപാട് അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഉള്ള പുതുതലമുറയിലെ ആളുകൾ, യുവാക്കൾ, യുവതികൾ രംഗത്ത് വരും എന്ന പ്രത്യാശയും ജോയി മാത്യു പ്രകടിപ്പിച്ചു.